ലിപ്പിഡ് പ്രൊഫൈൽ വഴി എങ്ങനെ നമുക്ക് ഉയർന്ന കൊളസ്ട്രോൾ ഉണ്ടെന്ന് മനസ്സിലാക്കാം? അപ്പൊ ലിപ്പിഡ് പ്രൊഫൈൽ നോക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ആദ്യം കാണുന്നത് ടോട്ടൽ കൊളസ്ട്രോളിന്റെ വാല്യൂ ആണ്. അപ്പൊ ഇതിന്റെ ഒരു ഐഡിയൽ വാല്യൂ എന്ന് പറയുന്നത് 200 200 മില്ലിഗ്രാം പെർ ഡെസിലിറ്ററിലും താഴെയാണ്. അപ്പൊ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ അയാൾക്ക് ഹെൽത്തി ആയിട്ടുള്ള കൊളസ്ട്രോൾ ആണ് അയാളുടെ ശരീരത്തിലുള്ളതെന്ന് നമുക്ക് മനസ്സിലാക്കാം. പിന്നെ ഇപ്പൊ ഒരു 240 വരെയൊക്കെ ആയാലും അതൊരു എന്താണ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരളവിലാണ് എന്നുള്ളത് ആണ്. അത് അത്രയും റിസ്ക് ഉണ്ടാക്കുന്നില്ല. പക്ഷെ 240ലും കൂടി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അയാളുടെ നില ഒരു അപകടകരമായ രീതിയിലേക്കാണ്. അപ്പൊ നമ്മൾ പെട്ടെന്ന് തന്നെ മെഡിക്കേഷൻസ് സ്റ്റാർട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ അത് പിന്നീട് നമ്മുടെ മറ്റ് പല അവയവങ്ങളിലേക്കും പ്രശ്നങ്ങൾ ഉണ്ടാക്കാം. പ്രത്യേകിച്ച് നമ്മുടെ രക്തധമനികളിലൊക്കെ പോയി ഡെപ്പോസിറ്റ് ചെയ്യപ്പെട്ടിട്ട് രക്തസമ്മർദ്ദം ഉണ്ടാവാനും, അതുപോലെ തന്നെ ഹാർട്ട് അറ്റാക്ക്, ഹാർട്ട് ബ്ലോക്ക്, അതുപോലെ തന്നെ സ്ട്രോക്കിലേക്കൊക്കെ എത്തപ്പെടാനും സാധ്യതയുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാം. പിന്നെ അടുത്തത് LDL ആണ്. LDLന്റെ ഒരു നോർമൽ വാല്യൂ എന്ന് പറയുന്നത് ഒരു ഏറ്റവും കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് 60 എങ്കിലും ആയിട്ട് നിൽക്കണം, അല്ലെങ്കിൽ 40 തൊട്ട് 60 എന്നുള്ളതാണ് അതിന്റെ ഒരു ഐഡിയൽ ആയിട്ടുള്ള ശരിയായിട്ടുള്ള വാല്യൂ എന്ന് പറയുന്നത്. അപ്പൊ 60ൽ കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വളരെയേറെ ദോഷകരമായിട്ടുള്ള ഒരു അഫക്റ്റ് ആയിരിക്കും നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കുന്നത്. അപ്പൊ എപ്പോഴും 60ൽ അല്ലെങ്കിൽ 40ൽ കുറഞ്ഞു നിൽക്കാൻ വേണ്ടിയിട്ട്, LDLന്റെ വാല്യൂ 40ൽ കുറഞ്ഞു നിൽക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. അടുത്തതാണ് HDL. നേരത്തെ പറഞ്ഞ പോലെ ഗുഡ് കൊളസ്ട്രോൾ ആണ്. ഇതിന്റെ ഏറ്റവും കുറഞ്ഞ വാല്യൂ എന്ന് പറയുന്നത് 45 മില്ലിഗ്രാം പെർ ഡെസിലിറ്റർ ആണ്. അപ്പൊ അതിന്റെ മുകളിലേക്ക് നമുക്ക് എത്ര വേണമെങ്കിലും ആകാം. അപ്പൊ 45 എങ്കിലും വേണം. അതേ താഴെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇയാള് ഹെൽത്തി അല്ല. അയാള് ഭാവിയിൽ ഇയാൾക്ക് ഹാർട്ട് സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ അല്ലെങ്കിൽ സ്ട്രോക്ക് പോലെയുള്ള പ്രശ്നങ്ങൾ വരാൻ സാഹചര്യമുണ്ട്. അപ്പൊ അത് എത്രയും വേഗം കൺട്രോളിലേക്ക് കൊണ്ടുവരണം. HDLന്റെ അളവ് കൂട്ടിക്കൊണ്ടുവരണം. ഭക്ഷണത്തിൽ കൂടി, അതുപോലെ തന്നെ എക്സസൈസിൽ കൂടി, അതുപോലെ തന്നെ മെഡിക്കേഷൻസിൽ കൂടി എല്ലാം ഈ ഒരു HDLന്റെ അളവ് കൂട്ടിക്കൊണ്ട് വരണം എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പിന്നെ ട്രൈഗ്ലിസറൈഡ്സ് ആണ്. ട്രൈഗ്ലിസറൈഡ്സിന്റെ ഒരു നോർമൽ റേഞ്ച് എന്ന് പറയുന്നത് ഒരു 150ൽ താഴെയാണ്. അതിന് മുകളിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ ട്രൈഗ്ലിസറൈഡ്സ് നമ്മുടെ ശരീരത്തിൽ അനവധി കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കാറുണ്ട്.